ക്വസ്റ്റ്യൻ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കണ ഏരിയ തന്നെയാണ്. പക്ഷെ കുറച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രീസ് ഇൻ കേരള എന്ന് പറഞ്ഞ ടോപ്പിക് കേട്ടോ. നിങ്ങളുടെ എക്കണോമിക്സിന്റെ ഒരു ബാക്കിയാണ് ഈ ഭാഗം. തീരാൻ വേണ്ടിട്ട് എടുത്തുന്നുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ വ്യവസായത്തെ പറ്റിയാണ്, ഇൻഡസ്ട്രീസ് ഇൻ കേരളയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, കേരളത്തില് ഏറ്റവും കൂടുതൽ വ്യവസായിക യൂണിറ്റുകളൊക്കെ ഉള്ള ജില്ല ഈ ഭാഗത്ത് നിന്ന് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടാണ്. പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം, ഏറ്റവും കൂടുതൽ ചോദിച്ച ഏരിയകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റ് ഉള്ള ജില്ലയാണ് എറണാകുളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. വ്യവസായങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് എറണാകുളം. അപ്പോ വ്യവസായ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായിക യൂണിറ്റ് ഉള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കുറവാണ് അത് വയനാടാണ്. നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. പൊതുമേഖലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ളത് തിരുവനന്തപുരം. ഇത് കൂടുതലും സ്വകാര്യ മേഖലയായിട്ട് കേന്ദ്രീകരിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ വ്യവസായ യൂണിറ്റുകൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. പൊതുമേഖലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ളത് തിരുവനന്തപുരമാണ്. പിന്നെ നിങ്ങൾ ഫേമസ് ആയിട്ട് കേട്ടാണ് ഒരു സ്ഥലമായിരിക്കും കല്ലായി, കോഴിക്കോട്. തടി വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് ഈ പറഞ്ഞ കല്ലായി എന്ന് പറയണ സ്ഥലം. നമുക്ക് അറിയണ കാര്യമാണ്, കേരളത്തിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രിയായിരുന്നു KP ഗോപാലൻ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ പേര് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ മിനിസ്റ്റേഴ്സിന്റെ പേര്. അപ്പൊ വ്യവസായിക മന്ത്രി ആദ്യത്തെ KP ഗോപാലനാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് അറിയണ കാര്യം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റ് ഉള്ള ജില്ല എറണാകുളമാണ്. കുറവാണെങ്കിൽ വയനാടാണ്. പൊതുമേഖലയിലാണെങ്കിൽ തിരുവനന്തപുരമാണ്. തടി വ്യവസായത്തിന് പേരുകേട്ട സ്ഥലം ചോദിച്ചാൽ കല്ലായി, കോഴിക്കോട് ജില്ലയിലെ കല്ലായി ആണ്. കല്ലായി എവിടെയാന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, LGS പോലുള്ള പരീക്ഷയ്ക്ക്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രിയാണ് KP ഗോപാലൻ. ഇനി കേരളത്തില് തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആണവധാതുവാണ് തോറിയം. ഇത് LGS മുതലേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ്. ഇത് വ്യവസായത്തിൽ വരുന്നതാണ്, ഞാൻ വരുന്ന പോയിന്റ് ആയതുകൊണ്ട് ഇട്ടതാണ് തോറിയം. ഓക്കെ, അപ്പൊ കേരളത്തിൽ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ചോദിച്ചാൽ തീരദേശത്തെ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആണവധാതുവാണ് തോറിയം. ഇനി കേരളത്തിൽ കാണപ്പെടുന്ന ടൈറ്റാനിയം അടങ്ങിയ ഒരു ധാതുവാണ് ഇൽമനൈറ്റ് കേട്ടോ. ഈ പറഞ്ഞ ടൈറ്റാനിയം ധാതുക്കളും അയിരുകളൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിൽ കാണപ്പെടുന്ന ടൈറ്റാനിയം കാണപ്പെടുന്ന ഒരു ധാതു ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഇൽമനൈറ്റ്. ഇനി ഈ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ എന്നിവയൊക്കെ നിക്ഷേപമുള്ള കേരളത്തിലെ ഒരു സ്ഥലമാണ് ചവറ നീണ്ടകര പ്രദേശം. അതായത് കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്ക എന്നിവയുടെ നിക്ഷേപം ഉള്ളത്. ഇനി കേരളത്തിലെ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധന ധാതു ഇന്ധനമാണ് അത് ലിഗ്നൈറ്റ് ആണ്. ലിനൈറ്റ് അല്ല, ലിഗ്നൈറ്റ്. ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്തിട്ടാ, ലിഗ്നൈറ്റ് കേട്ടോ. ഇനി വർക്കലയിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ഈ പറഞ്ഞ ലിഗ്നൈറ്റ് നിക്ഷേപം കണ്ടിട്ടുള്ളത്. അപ്പോ കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ചോദിച്ചാൽ അത് തോറിയാണ്. ഇനി ടൈറ്റാനിയം അടങ്ങിയിട്ടുള്ള ഒരു ധാതു കേരളത്തിൽ കാണപ്പെടുന്ന ചോദിച്ചാൽ അതാണ് ഇൽമനൈറ്റ്. ലിഗ്നൈറ്റ് ആണെങ്കിൽ അത് ഇന്ധന ധാതുവാണ്. ഫ്യൂവലായിട്ട് കാണപ്പെടുന്ന ഇന്ധന ധാതുവാണ് ലിഗ്നൈറ്റ്. അത് കാണപ്പെടുന്നത് വർക്കലയിലാണ്. ഇനി നീണ്ടകര പ്രദേശത്താണ് ഈ പറഞ്ഞ ഇൽമനൈറ്റ്, മൊണോസൈറ്റ്, സിലിക്കൺ എന്നിവയുടെ നിക്ഷേപമൊക്കെ ഉള്ളത് കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ഞാൻ വെറുതെ ഒരു ജസ്റ്റ് ബേസിക് സാധനങ്ങൾ ഇട്ടേക്കണതാണ്, പക്ഷെ ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങള് കൊല്ലത്തുള്ള ഒരു കുണ്ടറ സെറാമിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കേട്ടുണ്ടാവും. അത് കൊല്ലത്താണുള്ളത്. അവിടെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു കളിമണ്ണാണ് ഉപയോഗിക്കണത്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ചീന കളിമണ്ണ് ഉള്ള ഒരു നിക്ഷേപമുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ കുണ്ടറയിലെ കൊല്ലം ജില്ല. അത് കുണ്ടറ സെറാമിക്സ് എന്ന് പറഞ്ഞ വ്യവസായത്തിൽ നിങ്ങൾ പഠിക്കും, ധാതുക്കളിലൊക്കെ ആയിട്ട് വരും. കുണ്ടറ സെറാമിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ഉള്ളത് കൊല്ലത്താണ്. അവിടെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് കളിമണ്ണ് കേട്ടോ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ഭാഗത്തുനിന്ന് വന്നതാണ്.
നിങ്ങൾ ഇതിന്റെ ആൻസർ പറയണേ. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നത് തെരഞ്ഞെടുക്കുക. ഇതൊരു LGSന് ചോദിച്ചതാണ്. കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന് മെയിൻസിന് ചോദിച്ചതാണ്. ഓപ്ഷൻ 1 ഇൽമനൈറ്റ്, ഓപ്ഷൻ 2 അലുമിനിയം, ഓപ്ഷൻ 3 ബോക്സൈറ്റ്, ഓപ്ഷൻ 4 മൊണോസൈറ്റ്. ആൻസർ പറഞ്ഞേ. ഇൽമനൈറ്റ് ഉണ്ടോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഓപ്ഷൻ എ എന്ന് പറയണ ഓപ്ഷൻ 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി 1, 4 ശരിയാണ്. ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ ഡി 2, 3 ആണ് ശരി. ഇൽമനൈറ്റ് ഉണ്ടോ? ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം. ഇൽമനൈറ്റ് ഉണ്ടോ? കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇൽമനൈറ്റ് ഉണ്ടോ? ഇൽമനൈറ്റ് എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യ്. ഓക്കെ. അലുമിനിയം ഉണ്ടോ? അലുമിനിയം. കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഈ കമ്പനി ബോർഡ് LGS ഈ കൊല്ലം വിളിക്കാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ നിങ്ങൾ ആൻസർ പറ. അലുമിനിയം. ഓക്കെ. അടുത്തത് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ലാസ്റ്റ് ഓപ്ഷൻ മൊണോസൈറ്റ്. മൊണോസൈറ്റ് ഇങ്ങോട്ട് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇത് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഈ പറഞ്ഞ ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഇതില് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കേരളത്തിൽ കാണപ്പെടുന്നത് ഇൽമനൈറ്റ്, മൊണോസൈറ്റ്, സിലിക്കൺ ഇതൊക്കെയുണ്ട്. ഇവിടെ നിക്ഷേപം ഉള്ളത് ചവറ നീണ്ടകര പ്രദേശം. അതാണ് ഈ ചോദിച്ചത്. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. അപ്പൊ ഏതൊക്കെ ആൻസർ? ഇൽമനൈറ്റ് ഉണ്ട്, മൊണോസൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സിലിക്കൺ ഉണ്ട്. ഇതില് സിലിക്കൺ റേഡിയോ ആക്റ്റീവ് അല്ല. എൽമനൈറ്റും മൊണോസൈറ്റും ആണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ ഇൽമനൈറ്റിന്റെയും മൊണോസൈറ്റിന്റെയും ഓപ്ഷൻ ശരിയായത് കേട്ടോ. അപ്പൊ കേരളത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളും കാണപ്പെടുന്നതാണ് ഇൽമനൈറ്റും മൊണോസൈറ്റും കേട്ടോ. കേരളത്തിന്റെ കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മൊണോസൈറ്റും. തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു. ഓപ്ഷൻ എ യുറേനിയം, ഓപ്ഷൻ ബി തോറിയം, ഓപ്ഷൻ സി ലിഗ്നൈറ്റ്, ഓപ്ഷൻ ഡി ബിറ്റുമിനസ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ആൻസർ ചെയ്യണേ. ആ, ബാക്കിയുള്ളവർക്ക് കിട്ടിയ തോറിയ കേട്ടാ. ഓക്കെ. ദേ നമ്മൾ എഴുതിയിട്ടുണ്ട് കേരളത്തിന്റെ തീരപ്രദേശ അല്ലെങ്കിൽ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ചോദിച്ചാൽ തോറിയ. അപ്പൊ എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല. അത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ തീരപ്രദേശ മണലിൽ നിന്ന് കാണപ്പെടുന്ന ആണവ ധാതു ചോദിച്ചാൽ തോറിയം. ഇനി പിന്നെ കാണപ്പെടുന്ന ധാതുക്കളാണ് ഈ പറഞ്ഞ ഇൽമനൈറ്റും മൊണോസൈറ്റും, ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇത് ആണവ ധാതുവാണ് തോറിയം. കേരള തീരത്ത് കാണപ്പെടുന്ന ആണവ ധാതു. ഓക്കെ. ഇത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത്. ഇനി ടൈറ്റാനിയം കാണപ്പെടുന്ന ധാതു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാ? ഇൽമനൈറ്റ് കേട്ടോ. കേരളത്തിൽ കാണപ്പെടുന്ന ടൈറ്റാനിയം അടങ്ങിയ ധാതു ഏതാന്ന് ചോദിച്ചാൽ അത് ഇൽമനൈറ്റ്. ഇനി ഇന്ധന ധാതു ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഗ്നൈറ്റ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. ഓപ്ഷൻ എ മൂന്നാർ, ഓപ്ഷൻ ബി പുനലൂർ, ഓപ്ഷൻ സി കുണ്ടറ, ഓപ്ഷൻ ഡി തലശ്ശേരി. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്, കുണ്ടറയുടെ കാര്യം പറഞ്ഞതാണ്. ഈ കുണ്ടറ സെറാമിക്സ് എന്ന് പറഞ്ഞ അത് കളിമണ്ണാണ്, സംസ്കൃത വസ്തു എന്ന് പറഞ്ഞു. കുണ്ടറ ഈ ചീനക്കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ളതാണ് ഈ കുണ്ടറ സെറാമിക്സ് പറയണത്. അത് കൊല്ലത്താണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ.
അപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞോ. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധനധാതു. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധനധാതു. ഇത് ഞാൻ തിരിച്ചും മറിച്ചും പിന്നെ ചോദിക്കണത് അത്രയും വട്ടം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ലിഗ്നൈറ്റ് കേട്ടോ, ലിഗ്നൈറ്റ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധന ധാതുവാണ് ലിഗ്നൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയോ? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കേണ്ടതാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണെന്നറിയോ? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം? ഓപ്ഷൻ തരാം ഞാൻ. ഓപ്ഷൻ എ നിലമ്പൂർ, ഓപ്ഷൻ ബി വാളയാർ, ഓപ്ഷൻ സി കുണ്ടറ, ഓപ്ഷൻ ഡി ചവറ. അങ്ങനെ ഒരു നിക്ഷേപം ഉണ്ടോന്നാണ് ഇപ്പൊ ചിന്തിക്കണ്ടാവുക അല്ലെ? നിലമ്പൂരാണ്. നിലമ്പൂര് സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നു എന്നാണ് പറയണത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗരി പോലെയൊന്നല്ല, എന്നാലും സ്വർണത്തിന്റെ ഒരു സ്ട്രെയിൻ ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, നിലമ്പൂര്. പിന്നെ ഉള്ളത് നമ്മുടെ മേപ്പാടി, വൈത്തിരി, മാനന്തവാടി ആ ഒരു ഏരിയയിലൊക്കെ കാണപ്പെടുന്നു എന്ന് പറയുന്നു സ്വർണ്ണ നിക്ഷേപം കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് വ്യവസായങ്ങളിലേക്ക് വരാം. സോറി. ഓക്കെ, കയർ വ്യവസായം നമുക്ക് അറിയാവുന്ന ഒരു വ്യവസായിയാണ് കയർ വ്യവസായം അല്ലെ? കയർ വ്യവസായം എല്ലാവർക്കും അറിയണ ഒരു വ്യവസായിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. നമുക്കറിയാം കയർ വ്യവസായം ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ആലപ്പുഴയിലാണ്. ഏറ്റവും കൂടുതൽ കയർ വ്യവസായം ഉള്ള ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് കയർ വ്യവസായം ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി, ഇതൊക്കെ എപ്പോഴും ചോദിക്കേണ്ടതാണ്. ഡാറാസ് മെയിൽ, ആലപ്പുഴയിലെ ഡാറാസ് മെയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി. വർഷം 1859 ഈ ഡാറാസ് മെയിൽ വന്നത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, ഇതില് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ, അത് ആലപ്പുഴയിലാണ്. 1859 കേട്ടോ. പിന്നെ ജെയിംസ് ഡാറ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് സ്ഥാപിച്ചത്. അതേപോലെ ഹെൻറി സ്മെയിൽ ഒക്കെ കൂടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഡാറാസ് മെയിൽ എന്ന് പേര് വന്നത് കേട്ടോ. ജെയിംസ് ഡാറ കൂടി തുടങ്ങിയത് കാരണം. ഇനി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ്. അദ്ദേഹം അയർലൻഡ് സ്വദേശിയാണ്. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കയർ വ്യവസായം ഉള്ളത് ആലപ്പുഴയിലാണ്. ആദ്യത്തെ കയർ ഫാക്ടറി കേരളത്തിലെ ഡാറാസ് മെയിലാണ്, അത് ആലപ്പുഴയിലാണ്. സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ് 1859 കേട്ടോ. ഇനി നമുക്കറിയാം കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന വ്യവസായമാണ് കയർ വ്യവസായം. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായമാണ് കയർ വ്യവസായം. മറ്റേ ചകിരിയുടെ ആ സാധനം നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ. ഓക്കെ, ഇനി ഈ കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായിട്ട് ആചരിച്ചത് 2010 സംസ്ഥാന കയർ വർഷമായിട്ട് ആചരിച്ചത്. ഇനി ഇത് പഠിക്കണം, കയർ ഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. കയർ ഫെഡ് ആണെങ്കിൽ ആലപ്പുഴ, കയർ ഫെഡ് ആലപ്പുഴയാണ്. അത് 1979 സ്ഥാപിതമായത് കേട്ടോ. കയർ ഫെഡ് 1979 ആലപ്പുഴയിലാണ്. അന്താരാഷ്ട്ര കയർ മ്യൂസിയം ആലപ്പുഴയിലെ കലവൂരാണ്. ഓക്കെ, ഇനി കേരളത്തില് കയർ വ്യവസായ മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഏജൻസിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കയർ ഫെഡ്. ആ കയർ ഫെഡ് കയർ വ്യവസായ മേഖലയിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് കയർ ഫെഡ്. അപ്പൊ കയർ ഫെഡ് എവിടെയാണെന്ന് പഠിക്കുക, വർഷം പഠിക്കുക. കയർ ഫെഡ് 1979 ആലപ്പുഴയിലാണ് കയർ ഫെഡ് ഉള്ളതെന്ന് പഠിക്കുക. ഇനി കയർ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. കയർ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിന്റെയും പ്രചാരണത്തിന്റെയും കയറ്റുമതിയുടെയും പുരോഗതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് കയർ ബോർഡ്. അപ്പൊ കയർ ഉൽപ്പന്നങ്ങളുടെ അതിന്റെ വിപണനത്തിനും പ്രചാരണത്തിനും കയറ്റുമതിയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് കയർ ബോർഡ്. അപ്പൊ കയർ ഫെഡ് ആണെന്നുണ്ടെങ്കിൽ അതെവിടെയാ? ആലപ്പുഴയിൽ കേട്ടോ.
കയർ ബോർഡ് ആണെങ്കിൽ കൊച്ചിയിൽ. ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിക്കും, ഇത് എപ്പോഴും ചോദിക്കുകയും ചെയ്യും. കയർ ഫെഡ് ആണെങ്കിൽ ആലപ്പുഴ, കയർ ബോർഡ് ആണെങ്കിൽ കൊച്ചിയിൽ കേട്ടോ. ഇനി കയർ ബോർഡ് ആണെങ്കിൽ തുടങ്ങിയത് 1954 കയർ ബോർഡ്, അത് കൊച്ചിയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കയർ ഫെഡ് ആണെങ്കിൽ ആലപ്പുഴ 1979 കേട്ടോ. ആദ്യം വന്ന് കയർ ബോർഡ് 54. ഓക്കെ. ഇനി കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ഉണ്ട്, അത് 1969. അതിനേക്കാളും ഇമ്പോർട്ടന്റ് പറ്റിയ പഠിക്കുക. കയർ ബോർഡ് എവിടെയാന്ന് പഠിക്കുക, കയർ ഫെഡ് എവിടെയാന്ന് പഠിക്കുക, രണ്ടിന്റെയും വർഷം പഠിക്കുക. കയർ ബോർഡ് ആണെങ്കിൽ അത് കൊച്ചിയിലാണ്. വലിയ വലിയ ബോർഡുകൾ ഇരിക്കുന്നത് കൊച്ചിയിലാന്ന് വിചാരിച്ചത്. കയർ ഫെഡ് ആണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ. ഇനി കയർ ഫെഡ് നമ്മൾ പറഞ്ഞു 1979. ഇനി കേരള കയറിന്റെ മുദ്രാവാക്യാണ് കേരള കയർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂല് എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമമാണ് വയലാർ കേട്ടോ, വയലാർ. ഓക്കെ. കയർ ബോർഡ് ആണെങ്കിൽ 1954. കയർ ബോർഡ് കൊച്ചിയിലാണ്. പിന്നെ ഈ പറഞ്ഞ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. ഇവിടുന്ന് ഒന്നും പഠിച്ചില്ലെങ്കിലും കയർ ബോർഡ് എവിടെയാന്ന് പഠിക്കുക, കയർ ഫെഡ് എവിടെയാന്ന് പഠിക്കുക. ഇത് ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കയർ ബോർഡ് ആണെങ്കിൽ കൊച്ചിയില്, കയർ ഫെഡ് ആണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ. കയർ ഫെഡ് ആണെങ്കിൽ 1979, കയർ ബോർഡ് ആണെങ്കിൽ 1954 കേട്ടോ. ആദ്യത്തെ കയർ ഗ്രാമം ചോദിച്ചാൽ അത് വയലാറ്. ഇന്ത്യയിൽ നിന്നുള്ള കയർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനക്കാരാണ് കേട്ടോ. നമ്മുടെ കയർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. ഇനി കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഒരു പരസ്യമാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, അറിഞ്ഞു വെച്ചാൽ മതി. മറ്റേ കയർ ബോർഡും കയർ ഫെഡും പഠിക്കാം എന്തായാലും. ഓക്കെ. രണ്ടു മൂന്ന് വ്യവസായം കൂടി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പറയാട്ടോ. ഇനി അടുത്തതാണ് കൈത്തറി വ്യവസായം. കൈത്തറി വ്യവസായം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ബാലരാമപുരത്താണ് തിരുവനന്തപുരം നെയ്ത്തുശാല സ്ഥിതി ചെയ്യുന്നത്. ബാലരാമപുരം കേട്ടോ, തിരുവനന്തപുരം നെയ്ത്തുശാല ഉള്ളത് ബാലരാമപുരത്താണ്. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലയുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലയുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ തിരുവനന്തപുരത്തും. ഇത് കൈത്തറി ശാലകളാണ്, ഇത് സഹകരണ സംഘങ്ങളാണ് കേട്ടോ. അത് തിരുവനന്തപുരത്ത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങൾ, കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത് തിരുവനന്തപുരം. ഇനി ഇത് പഠിക്കണേ. ഹാൻവീവ് എന്ന് പറഞ്ഞ കോർപ്പറേഷൻ ആണ് ഈ കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത്. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ, ഹാൻവീവ് എന്നാണ് പറയണത് അതിന്. ഈ ഹാൻവീവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അത് കൈത്തറി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഹാൻവീവ്. അത് സ്ഥാപിതമായത് 1968. ഓക്കെ, 1968 ഈ പറഞ്ഞ ഹാൻവീവ് സ്ഥാപിതമായത്. അത് കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോർപ്പറേഷനാണ്. ഇനി ഈ ഹാൻവീവ് നമ്മളിപ്പോ പറഞ്ഞു, ഹാൻവീവ് എന്ന് പറഞ്ഞ കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കാനുള്ളതാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. പിന്നെ നമ്മൾ വേറെ കണ്ണൂര് പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലയുള്ളത് കണ്ണൂരാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹാൻവീവിന്റെ ആസ്ഥാനം കണ്ണൂര്. കണക്ട് ചെയ്ത് പഠിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ സ്ഥാപിതമായിട്ടുണ്ട്. അത് 1987. ഇത് പഠിച്ചില്ലെങ്കിലും ഖാദി വില്ലേജിന്റെ പഠിച്ചോളൂ വർഷം 1957. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, നമ്മുടെ ഖാദി ബോർഡ് സ്ഥാപിതമായത് എന്നാണ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേറെ ചോദിക്കാണതാട്ടോ. 1957 കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957. ഇനി പ്രാഥമിക കൈത്തറി സഹകരണങ്ങളുടെ അപ്പെക്സ് സൊസൈറ്റിയാണ് ഹാൻഡെക്സ്. ഹാൻഡെക്സും ഇതേപോലെ തന്നെ ഹാൻവീവിന്റെ പോലെ തന്നെ ഈ പറഞ്ഞൊരു സംഭവമാണ്, കൈത്തറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഹാൻഡെക്സിന്റെ ആണെങ്കിൽ ആസ്ഥാനം തിരുവനന്തപുരം, ഹാൻവീവ് ആണെന്നുണ്ടെങ്കിൽ കണ്ണൂർ. അത് മനസ്സിലാക്കി പഠിക്കുക. ഹാൻവീവിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കണ്ണൂരും, ഹാൻഡെക്സിന്റെ ആണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം. ഇനി കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായിട്ട് നടപ്പാക്കുന്ന പദ്ധതികളാണ് തനിമേ കൃതികം. ഈ തനിമേ കൃതികം ഏത് തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളാണെന്ന് ചോദിക്കാറുണ്ട്. തനിമേ കൃതികം കൈത്തറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ജില്ലകൾ ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. തനിമ തായില് തുടങ്ങുന്നത് തിരുവനന്തപുരം, കൃതിക കായല് തുടങ്ങുന്നത് കണ്ണൂർ. അങ്ങനെ പഠിക്കാം. തനിമ തിരുവനന്തപുരത്തും കൃതിക കണ്ണൂർ. ഖാദി ബോർഡ് തുടങ്ങിയത് 1957.
ഇനി ഓഗസ്റ്റ് 7 തീയതിയാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 7 കൈത്തറി ദിനാണ് കേട്ടോ. ഈ പറഞ്ഞ 1905 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഈ പറഞ്ഞ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട്, ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കണത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? കൈത്തറി ക്ലിയർ ആയോ? സിമ്പിള് കാര്യങ്ങളാണ്, പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ചോദിക്കണതാണ് കേട്ടോ, എപ്പോഴും ചോദിക്കണ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം? ഓക്കെ, കയർ വ്യവസായാണ്. ഇനി കേരള സർക്കാർ സംസ്ഥാന കയറ് വർഷമായി ആചരിച്ചത്, ആ വർഷം ഓർമ്മയുണ്ടോ? അത് ഇമ്പോർട്ടന്റ് ആണ്. ആ 2010 കേട്ടാ. കേരള സംസ്ഥാനം കയർ വർഷമായിട്ട് ആചരിച്ചത് 2010 ഇനി കയർ ഫെഡ് എന്നാ സ്ഥാപിതായ കയർ ഫെഡ്? കയർ ഫെഡ് ഇത് 2010 കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായിട്ട് ആചരിച്ചതാണ്. 2010 കയർ ഫെഡിന്റെ വർഷം 1979 അല്ലെ? 1979. ഓക്കെ, കയർ ഫെഡ് എവിടെയാ? കയർ ഫെഡ് കയർ ബോർഡോ? കയർ ബോർഡ് കൊച്ചിയിൽ കേട്ടാ. കയർ ബോർഡ് ആണെങ്കിൽ കൊച്ചിയിൽ, കയർ ഫെഡ് ആണെങ്കിൽ ആലപ്പുഴ കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം? ഒരു 10th ലെവൽ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ആൻസർ പറ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത്? 1859 കേട്ടോ. 1859 സ്ഥാപിതമായത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇതും ഒരു 10th ലെവൽ പ്രിലിംസിന് വെച്ചതാണ്. കൈത്തറി മേഖലയായിട്ട് കേട്ടോ. തനിമ, കൃതിക ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്? കൈത്തറി. അടുത്തത്, തനിമ എവിടെയാ? തനിമ തനിമ തിരുവനന്തപുരം. കൃതിക എവിടെയാ? കൃതിക കണ്ണൂര്. ഓക്കെ, കയർ ബോർഡിന്റെയും കയർ ഫെഡിന്റെയും വർഷം ഓർമ്മയില്ലേ? കയർ ബോർഡ് ആണെങ്കിൽ 1954, കയർ ഫെഡ് ആണെങ്കിൽ 1979 കേട്ടോ. ഓക്കെ, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം? നമുക്ക് ആൻസർ അറിയെങ്കിൽ പറയാം. കൈത്തറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ 2018 നമ്മുടെ പ്രളയത്തില് മറ്റേ ചേന്നമംഗലം കൈത്തറിയുടെ അതിജീവനായിട്ട് ഉണ്ടാക്കിയ ഒരു പാവയാണ് മറ്റേ ചേക്കുട്ടി പാവകള്. അത് പിന്നെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞോന്നുള്ളൂ കേട്ടോ. ചേക്കുട്ടി പാവകള് അറിയണ കാര്യല്ലേ. ഇനി കേരളത്തിൽ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ബാലരാമപുരം ഉണ്ട്, അത് തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് തൃശ്ശൂര് ഒരെണ്ണം ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 കൈത്തറി കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രധാനമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. കുത്താമ്പുള്ളി. ഒന്ന് നമ്മുടെ കൂത്താമ്പുള്ളി, തൃശ്ശൂരുള്ള കൂത്താമ്പുള്ളിയാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ബാലരാമപുരത്ത്. ബാലരാമപുരത്ത്, തിരുവനന്തപുരം, അത് പറഞ്ഞിരുന്നു. ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞായിരുന്നു. പ്രളയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു. ചേന്നമംഗലത്ത്. ചേന്നമംഗലം. ഈ ചേന്നമംഗലം എവിടെയാണെന്നറിയോ? എറണാകുളത്താണ് കേട്ടോ. ബാലരാമപുരം തിരുവനന്തപുരത്താണ്.
പ്രധാനപ്പെട്ട കേരളത്തിലെ കൈത്തറി കേന്ദ്രങ്ങളാണ്. ഒന്ന് ഈ ബാലരാമപുരത്തുള്ള അത് ബാലരാമപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത്, പിന്നുള്ളത് നമ്മുടെ കൂത്താമ്പള്ളി. അത് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയണ കാര്യമാണ്, നമ്മുടെ ജില്ലയിലുള്ളത്. തൃശ്ശൂരുള്ളതാണ്. പിന്നുള്ളത് ചേന്നമംഗലം, അത് എറണാകുളം ജില്ലയിൽ കേട്ടോ. ഓക്കെ, അടുത്തതാണ് കേരളത്തിൽ ആദ്യമായിട്ട് തുണിമില്ല് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്താണ്. 1881 കേരളത്തിൽ ആദ്യമായിട്ട് തുണിമില്ല് സ്ഥാപിതമായത് കേട്ടോ. ഇനി ഈ മാവൂർ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി, ഇത് നിങ്ങൾ കേട്ടുണ്ടോ? മറ്റേ ഈ മലിനീകരണം വന്നിട്ട് ഈ മാവൂർ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി കാരനാണ് മറ്റേ പുഴ ചീത്തയായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം കേട്ടുണ്ടോ? കേരളത്തില് റയോൺ ഉൽപാദനം നടത്തിയിരുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനമാണ് മാവൂർ ഗ്വാളിയർ റയോൺസ്. റയോണിന്റെ ഉൽപാദനം നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് ഈ മാവൂർ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ റയോൺസ് ഫാക്ടറി കൂടിയാണ്, കേരളത്തിലെ ആദ്യത്തെ റയോൺസ് ഫാക്ടറിയാണ് ട്രാവൺകൂർ റയോൺസ് ഫാക്ടറി. അത് പെരുമ്പാവൂരാണ് കേട്ടോ. ഓക്കെ, ഇത് സ്വകാര്യ മേഖലാ സ്ഥാപനമാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി ചോദിച്ചാൽ ട്രാവൻകൂർ റയോൺസ് ഫാക്ടറി കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി മുള വ്യവസായം. ഓക്കെ, നമ്മുടെ ഈ ഇത് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. നമ്മുടെ ബാംബു കോർപ്പറേഷൻ ആസ്ഥാനം, ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഈ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഈ പറഞ്ഞ ഹാൻഡ് വീവ്, അതേപോലെ തന്നെ ഈ കയർ ബോർഡ്, കയർ ഫെഡ്, ബാംബു കോർപ്പറേഷൻ, ഇത് ഇപ്പുറത്തെ ഓരോ ജില്ലകളും തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. അല്ലാണ്ടും തരാറുണ്ട്. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഇനി മറക്കരുത്, അങ്കമാലിയിലാണ്. നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് കേരള ബാംബു കോർപ്പറേഷൻ. അപ്പൊ അതിന്റെ ആസ്ഥാനം അങ്കമാലിയാണ് കേട്ടോ. ഇനി കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ നിലവിൽ വന്നത് 1971 അങ്കമാലിയിലാണ്. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ ആണെങ്കിൽ അത് 2003. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബാംബു കോർപ്പറേഷൻ എവിടെയാന്ന് അറിഞ്ഞാൽ മതി. പിന്നെ കേരളത്തിൽ ബാംബു ഇന്നവേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് അങ്കമാലിയിൽ, എറണാകുളത്ത് കേട്ടോ. അടുത്ത വ്യവസായമാണ് കശുവണ്ടി വ്യവസായം. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറി ഉള്ള ജില്ല ചോദിച്ചാൽ അത് കൊല്ലത്താണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത്. ഓക്കെ, കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തില് കശുവണ്ടി കൃഷി വ്യാപിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ. ഓക്കെ, കേരളത്തില് കശുവണ്ടി കൃഷി വ്യാപിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ. അതിന്റെ ആസ്ഥാനം കൊല്ലത്താണ് കേട്ടോ. ഇനി ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ, ഈ ക്യാപെക്സ് ആണ് എപ്പോഴും ചോദിക്കാറ്. ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ കാഷ്യൂ വർക്കേഴ്സിന്റെ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതിന്റെ ആസ്ഥാനം ക്യാപെക്സും ഈ പറഞ്ഞ KSACC എന്ന് പറയുന്നതും കശുവണ്ടി വ്യവസായമായി ബന്ധപ്പെട്ടതാണെന്ന് ആലോചിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാണ് ക്യാപെക്സ് ആണ്. ക്യാപെക്സ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആസ്ഥാനം കൊല്ലത്താണ്. ഓക്കെ, കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതൽ, ഒരു മിനിറ്റ്, ഓക്കെ, ക്യാപെക്സിന്റെ ആസ്ഥാനം കൊല്ലത്താണ്. ഇനി അടുത്തത് റബ്ബർ വ്യവസായം. റബ്ബർ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് കോട്ടയം ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അപ്പൊ റബ്ബർ കർഷകരിൽ നിന്ന് നേരിട്ട് റബ്ബർ വാങ്ങുന്ന ഒരേ ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് റബ്ബർ മാർക്ക് കേട്ടോ. റബ്ബർ മാർക്ക് ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാണ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. റബ്കോ എന്ന് പറഞ്ഞ അതിന്റെ ഫുൾ നെയിം ഒന്ന് അറിഞ്ഞു വയ്ക്കുക. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് റബ്കോ. ഓക്കെ, ഇനി ഈ നമ്മുടെ അപ്പോളോ ടയേഴ്സ് പേരാമ്പ്രയിലുള്ളതിലാണ് ആദ്യത്തെ ടയർ നിർമ്മാണശാലയൊക്കെ വന്നത്. ഇനി കേരളത്തിലെ വ്യവസായിക മേഖല വികസനങ്ങൾ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഈ വ്യവസായ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് മേക്ക് ഇൻ കേരള. മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ് കേട്ടോ. മേക്ക് ഇൻ കേരളയുടെ ഇനി രണ്ടൂന്നെണ്ണം ഞാൻ പറഞ്ഞില്ല. ഈ മലബാർ സിമന്റ്സ് എവിടെയാണെന്നറിയോ? മലബാർ സിമന്റ്സ്, മലബാർ സിമന്റ്സ് ചോദിക്കാറുള്ളതാണ് ഞാൻ പറയണേ. മലബാർ സിമന്റ്സ്
ആർക്കെങ്കിലും അറിയോ? മലബാർ സിമന്റ്സ്. മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനാണ് വാളയാർ കേട്ടോ. വാളയാർ. മലബാർ സിമന്റ്സ് കേട്ടോ, വാളയാർ. ഇനി ഫാക്ടിന്റെ അറിയോ? ഫാക്ട് ഞാൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. ഫാക്ട് നിങ്ങൾ കേട്ടോ? നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലം. തല വർക്ക്. എറണാകുളം ജില്ലയാണ്, നമ്മുടെ അടുത്താണ്. അറിയോ ഫാക്ട്? ആർക്കും അറിയില്ല? ആലുവേലാണ് കേട്ടോ ഫാക്ട്. ഇത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പറയണേ. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാ? കേരള സെറാമിക്സ് ലിമിറ്റഡ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. കേരള സെറാമിക്സിന്റെ കുണ്ടറ. കുണ്ടറയിലാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ് കേട്ടോ. ഓക്കെ. ഫാക്ട് എവിടെയാന്ന് പഠിച്ചില്ലേ? ഫാക്ട് എവിടെയാ? എറണാകുളം. ആലുവയിലാണ്. അതേപോലെ തന്നെ മലബാർ എന്താ? വാളയാർ കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ കരകൗശല വ്യവസായമാണ്. കരകൗശല വ്യവസായം. ഇനി കരകൗശല കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും ജീവിത പുരോഗതിക്കും വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ആരംഭിച്ച സ്ഥാപനമാണ് സുരഭി. കരകൗശല വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് സുരഭിയുടെ ഒരു ഇതെന്ന് പറയണത്. ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. 1984 കേട്ടോ. ഓക്കെ. ഇനി പറഞ്ഞ സ്വർണം, ലോഹം, കളിമണ്ണ്, മരം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കരകൗശല തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കാഡ്കോ. അറിഞ്ഞിരുന്നാൽ മതി. കേരള ആർട്ടിസൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇത് പഠിച്ചോളൂ. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റിന്റെ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നത് ഏതാണെന്ന് ചോദിച്ച വർഷം 1984 കേട്ടോ. കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണനം നടത്തുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേട്ടോ. ഇത് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. വ്യത്യാസമുണ്ട്. ഈ വർഷമാണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായത്, 1984. ഇനി നിങ്ങൾക്ക് അറിയണ വ്യവസായമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് പറയണത്. IT വ്യവസായം. IT-യിൽ എപ്പോഴും ചോദിക്കണതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ഏതാന്ന് ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT പാർക്കാണ് കേട്ടോ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക്. ഇത് വലുതെന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തുടങ്ങിയ IT പാർക്ക് ഏതാന്ന് ചോദിക്കാറുണ്ട്. ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക്. ഈ ടെക്നോ പാർക്കിന്റെ വർഷം ചോദിക്കാറുണ്ട്. 90-ലാണ് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഔദ്യോഗികമായിട്ട് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 95. 90-ആണ് ഞാൻ കൂടുതലും കണ്ടേക്കണ ആൻസർ കീയിൽ കൊടുത്തേക്കണ ഉണ്ടായത്. ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് 90-ല്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ IT പാർക്കാണ് ടെക്നോ പാർക്ക് കേട്ടോ. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അല്ല ബാംഗ്ലൂരൊക്കെ ഉള്ളതായിരിക്കും ആദ്യത്തെ, അല്ലെങ്കിൽ പൂനെയിലൊക്കെ ഉള്ളതാണെന്ന്. ആദ്യത്തെ IT ഈ പറഞ്ഞ പാർക്ക് വന്നേക്കുന്നത് ടെക്നോ പാർക്കിലാണ്. കേരള ഗവൺമെന്റ് ആദ്യമായിട്ട് ഒരു IT നയം പ്രഖ്യാപിച്ചത് 98-ലാണ് കേട്ടോ. കേരള ഗവൺമെന്റ് ആദ്യമായിട്ട് IT നയം ആരംഭിച്ചത് 98. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായത് 99-ലാണ്. IT മിഷൻ സ്ഥാപിതമായത്, കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായത് 99. IT മിഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി. പിന്നെ നമുക്കറിയാം വേറൊരു ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നതാണ് കാക്കനാട്, എറണാകുളത്ത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും കൊരട്ടിയിൽ ഇല്ലേന്ന്. കൊരട്ടിയിലുള്ളതും ഇൻഫോ പാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ ഇൻഫോ പാർക്ക് ഏറ്റവും കൂടുതൽ ഈ കൊരട്ടിയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്കനാട് വെച്ച് നോക്കുമ്പോ ചെറുതാണ്. അധികം അത്ര കമ്പനീസും ഇല്ല, അത്ര ഫെസിലിറ്റി എന്നല്ല, ഇൻഫോ പാർക്ക് തന്നെ. പക്ഷെ കാക്കനാട് വെച്ച് നോക്കുമ്പോ ചെറുതാണ് ഈ പറഞ്ഞ കൊരട്ടിയിലൊക്കെ ഉള്ളത്. ഓക്കെ. അപ്പൊ ഇൻഫോ പാർക്ക് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാക്കനാട് എന്നാണ് പറയാറ്. ക്ലിയർ അല്ലേ? IT കിട്ടിയാ? IT കിട്ടിയോ? ഓക്കെ.
ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം. ഇത് മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിനൊക്കെ ചോദിച്ചതാണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല. നിങ്ങൾക്ക് ആൻസർ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരാണ് കേട്ടോ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്. തൃശ്ശൂരാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം ഉള്ളത് കേട്ടോ. ഓക്കെ. അടുത്തതാണ് മത്സ്യബന്ധനം. ലോകത്തിലെ മൊത്തം മത്സ്യോൽപാദനത്തിന്റെ 7.58% ഇന്ത്യയുടെ സംഭാവന. കണക്കും നിങ്ങൾ പഠിക്കണ്ട. രാജ്യത്തെ മത്സ്യോൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ളത് നമ്മുടെ രാജ്യത്തുള്ളതിൽ ഗുജറാത്തിലാണ് മത്സ്യോൽപാദനത്തിൽ 1ാം സ്ഥാനം. 2ാം സ്ഥാനം തമിഴ്നാടാണ്. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 4ാം സ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ചോദിച്ചാൽ കൊല്ലത്താണ്. ഇത് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂര്. ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴപ്പിലങ്ങാട്. ഡ്രൈവിൻ ബീച്ച് ആണെന്ന് അറിയാൻ തോന്നുന്നു നിങ്ങൾക്ക്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട്. ഇനി 5 ജില്ലകൾക്കാണ് കേരളത്തില് കടൽ തീരം ഇല്ലാത്ത. ഇത് എപ്പോഴും ചോദിക്കണതാണ്. 9 ജില്ലകൾക്ക് കടൽ തീരം ഉണ്ട്. 5 ജില്ലകൾക്ക് കടൽ തീരം ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ജില്ലകളാണ് പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്, കോട്ടയം. ഇതിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ പത്തനംതിട്ട ആയാലും ഇടുക്കി ആയാലും വയനാട് ആയാലും കൂടുതൽ കാട്, അങ്ങനെ ആ കാടുകളാണ് അവിടെ കൂടുതൽ. പിന്നെ പാലക്കാട് നിങ്ങൾക്ക് അറിയാലോ. കോട്ടയത്തും ഈ പറഞ്ഞ മാതിരി കടൽ തീരം ഇല്ല. ഓക്കെ. അപ്പൊ പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്, കോട്ടയാണ് കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകള്. കേരളത്തില് ഇത് എപ്പോഴും ചോദിക്കണതാണ്. കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തില് കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ചോദിച്ചാൽ ആലപ്പുഴയാണ്. ഇത് കടലിനെ ആവണമെന്നില്ല, കായലിനെ ഒക്കെ കൂടുതലായിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്. കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ തിരുവനന്തപുരം ജില്ലയിലും. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ ജില്ലയിലും. ഓക്കെ. ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് വയനാട് ജില്ലയിൽ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം ഉള്ള ജില്ല എറണാകുളം ജില്ലയിലാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തിയത്. ഇനി മത്സ്യഫെഡ് ആണ് മത്സ്യത്തൊഴിലാളികളുടെ അപ്പെക്സ് ഫെഡറേഷൻ. ഈ മത്സ്യഫെഡിന്റെ വർഷം പഠിക്കണേ. 1984 മത്സ്യഫെഡ് രൂപീകൃതമായത്. 1984. ഇനി ഈ പറഞ്ഞ കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്താണ് നമ്മുടെ കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളത്താണ്. 1956 കേട്ടോ. ഓക്കെ. ഇനി കേരള തീരത്തെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മത്തിയാണ് നമുക്ക് കിട്ടണത്. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യണത് ചെമ്മീനാണ് കേട്ടോ. ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ചെമ്മീനാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ചോദിച്ചത് മിസ് കേരള എന്ന് പറയണ ഒരു മത്സ്യമാണ്. ഓക്കെ. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. അത് 1956. ഏറ്റവും കൂടുതൽ കേരള തീരത്ത് നിന്ന് കിട്ടുന്ന മത്സ്യം ചോദിച്ചാൽ അത് മത്തി. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം മിസ് കേരളയാണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആയോ? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാ? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം, ഒഫീഷ്യൽ മത്സ്യം
രണ്ടൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ മത്സ്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ, കേരളത്തിന്റെ ഒഫീഷ്യൽ മത്സ്യം കരിമീനാണോ? കരിമീനാണ് നമ്മുടെ ഔദ്യോഗിക മത്സ്യം കേട്ടോ. ഇനിയിപ്പോ ഞാൻ നേരത്തെ ചോദിച്ചതിലാണ് കേരള തീരത്തുനിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യം ഏതാ? കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മത്തിയാണ്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഏതാ? ചെമ്മീൻ കേട്ടാ. ഓക്കെ. ഈ മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാ അറിയോ? കേരള ഫിഷറീസ് കോർപ്പറേഷൻ നമ്മുടെ എറണാകുളം പറഞ്ഞു. മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേട്ടോ. ഓക്കെ. ഇനി പിന്നെ ഈ കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജംഗു എന്ന് പറഞ്ഞൊരു മത്സ്യമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് മത്സ്യത്തിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോന്നുള്ളൂ. ഓക്കെ. ഈ മത്സ്യഫെഡ് തിരുവനന്തപുരമാണ് കേട്ടോ. കയർഫെഡ് എവിടെയാ? കയർഫെഡ് മത്സ്യഫെഡ് തിരുവനന്തപുരം, കയർഫെഡോ ആലപ്പുഴ. ആലപ്പുഴ കേട്ടാ. കേരഫെഡ് എന്ന് പറഞ്ഞു കേട്ടോ. കേരഫെഡ് അതെവിടെയാ? അതിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരം കേട്ടാ. ഓക്കെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടതാണ്. ഞാൻ പറയണമെന്നുള്ളൂ, പക്ഷെ ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്നറിയോ? നിങ്ങൾക്ക് ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ബേപ്പൂർ, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി പൊന്നാനി, ഓപ്ഷൻ ഡി തലശ്ശേരി. അഷ്ടമുടിക്കായലാണ്. ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിക്കുക. അഷ്ടമുടിക്കായൽ എവിടെയാ കിടക്കണേ? ഏത് ജില്ലയെന്നറിയോ? ഏകദേശം. അപ്പൊ അഷ്ടമുടിക്കായല് അറബിക്കടലുമായിട്ട് ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാന്ന് എപ്പോഴും ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നീണ്ടകരയാണ് കേട്ടോ ആൻസർ. നീണ്ടകരയാണ് ആൻസർ കേട്ടോ. എപ്പോഴും വരണ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞോന്നുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് വ്യവസായങ്ങൾ മെയിൻ ആയിട്ട് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്, കേരളത്തിലെ മെയിൻ ഇൻഡസ്ട്രീസ്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാട്ടോ. ഈ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ ആലപ്പുഴ, ഏറ്റവും പിന്നെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എറണാകുളം, കടലിനെ ആശ്രയിച്ചുള്ള മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ പഠിക്കുക. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കണതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം. അത് ഒരു മിനിറ്റ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആഗോളവൽക്കരണം എന്നാണ് അതിന്റെ ഓക്കെ. ആഗോളവൽക്കരണമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിക്കുക. ഈ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണം, ഈ പറഞ്ഞ മൂന്നെണ്ണം എക്കണോമിക്സിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ വരിക. ഒന്ന് സ്വകാര്യവൽക്കരണം, രണ്ട് ഉദാരവൽക്കരണം, മൂന്ന് ആഗോളവൽക്കരണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ 91 വരണതാണ്. അപ്പൊ അതിലെ ഗ്ലോബലൈസേഷൻ മാത്രമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യണത് കേട്ടോ. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിക്കുന്നതിനെ പറയുന്ന പേരാണ് ആഗോളവൽക്കരണം. നമ്മുടെ എല്ലാം ഒറ്റ കൊടക്കീഴിൽ എന്നുള്ള ഒരു ചിന്താഗതിയല്ല അങ്ങനെ. ലോകത്തെ കൂടുതൽ പരസ്പര ആശ്രയത്വമുള്ളതായും കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണത ഫലമാണ് ആഗോളവൽക്കരണം. ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, കൺസെപ്റ്റ് മനസ്സിലായാൽ മതി കേട്ടോ.
രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മൂലധനങ്ങള് രാജ്യങ്ങൾ കടന്ന് പ്രവഹിക്കും. അതേപോലെ ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ഒരു രാജ്യത്ത് നിന്ന് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻസ് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം IT ഫീൽഡിലൊക്കെ. ഓക്കെ, അപ്പൊ തൊഴിലാളികൾ അവിടെ ഒരു ഒഴുക്കുണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യുന്നു. സാങ്കേതിക വിദ്യ, നമ്മുടെ ടെക്നോളജികൾ കൈമാറ്റം ചെയ്തു, ഇവിടെയുള്ളവർ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം. മൂലധനങ്ങള് പ്രവാഹം, അതായത് ഈ പറഞ്ഞ വലിയ വലിയ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ഡെവലപ്പിംഗ് കൺട്രീസിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ലോകം മൊത്തം ഒറ്റ കുടക്കീഴിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇതിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിക്കുക, അല്ലാണ്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ ഒഴുക്ക്, അതിനെയൊക്കെ പറയണതാണ് ആഗോളവൽക്കരണം. ആശയങ്ങളുടെയും മൂലധനത്തിന്റെയും ചരക്കുകളുടെയും മനുഷ്യരുടെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒഴുക്കിനെയാണ് ആഗോളവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത്. ആശയങ്ങൾ കൈമാറേണ്ട മൂലധനങ്ങള്, ചരക്കുകള്, മനുഷ്യര്, അങ്ങനെയൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒഴുക്ക്. ഇനി ഈ ഒരു ഒഴുക്കിന്റെ അനന്തര ഫലമായുള്ള ലോക വ്യാപാര പരസ്പര ബന്ധം ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഘടകമാണ്. ലോക വ്യാപക പരസ്പര ബന്ധം, ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ. ഇനി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കുക. സാമ്പത്തിക പ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതിന് വിദേശ കമ്പനികൾക്ക് സൗകര്യമൊരുക്കുന്നതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിട്ട് വിദേശ നിക്ഷേപത്തിനായി തുറന്നു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടില് വേറൊരു രാജ്യത്തിന്റെ കമ്പനി, എന്താ പറയാ, ആ കമ്പനികൾ വന്ന് പ്രവർത്തിക്കാനായിട്ട് നമ്മള് ഒരു വേദി തുറന്നു കൊടുക്കുക. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിട്ട് ഈ വിദേശ നിക്ഷേപത്തിനായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇനി ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള തടസ്സങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നീക്കുക. ആദ്യ കാലത്തൊക്കെ ഈ പറഞ്ഞ ഈ നമ്മുടെ സാമ്പത്തികം വളരെ തകർന്നിരുന്ന സമയത്താണ് 91 ഈ പറഞ്ഞ നവസാമ്പത്തികവൽക്കരണം എന്ന് പറഞ്ഞ സംഭവമൊക്കെ വന്നത്. അപ്പോ അതിന്റെ ഫലമായിട്ട് കുറെ ഇൻഡസ്ട്രീസിന്റെ ലൈസൻസ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എടുത്തു മാറ്റുകയൊക്കെ ചെയ്തു. പിന്നെ വേറെ കമ്പനികൾക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, വേറെ രാജ്യത്തെ കമ്പനികൾക്ക്, ബഹുരാഷ്ട്ര കമ്പനികൾക്കൊക്കെ അങ്ങനെയൊക്കെ അതിനുള്ള തടസ്സങ്ങളും ലൈസൻസിങ് ഒക്കെ എടുത്തു മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള തടസ്സങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നീക്കുക. ഇത് ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള കൊണ്ട് പറയണതാണ് കേട്ടോ. ഇന്ത്യൻ കമ്പനികളെ വിദേശ സഹകരണത്തിൽ ഏർപ്പെട്ട് രാജ്യത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നതിനും അവയ്ക്ക് വിദേശത്ത് സംയുക്ത സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കുക. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇന്ത്യൻ കമ്പനികളെ വിദേശ സഹകരണത്തിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ആദ്യഘട്ടത്തിൽ ചുങ്കങ്ങളിൽ നിയന്ത്രണം നീക്കുകയും തുടർന്ന് ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ വ്യാപകമായ ഇറക്കുമതി ഉദാരവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കുക. ഒന്നുമില്ല, ഈ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോ അതിനൊരു തീരുവ, ഒരു ടാക്സ് പോലെ ഒരു കൊടുക്കണമായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണ സാധനങ്ങളുടെ അളവ് കുറവായിരുന്നു, ഈ ഇറക്കുമതി ചുങ്കം കൊടുക്കണമല്ലോ. അപ്പൊ അതിന്റെ അളവ് തീരുവ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാപകമായ ഇറക്കുമതി ഉദാരവൽക്കരണ പദ്ധതികളൊക്കെ നടപ്പിലാക്കാന്ന് പറയും. ഇപ്പൊ വേറൊരു രാജ്യത്തെ ഫ്രൂട്ടൊക്കെ ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഫലമായിട്ടാണ് കിട്ടണത്. അപ്പൊ നമുക്ക് കൂടുതൽ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റും. ഇനി കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കയറ്റുമതി പ്രോത്സാഹന പദ്ധതികൾക്ക് പകരം വിനിമയ നിരക്ക് ക്രമീകരണ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുക. ജസ്റ്റ് കയറ്റുമതി പ്രോത്സാഹനം, അതേപോലെ ഇവിടുത്തെ സാധനങ്ങൾ ഈ പറഞ്ഞ കയറ്റുമതിക്കും ഈ പറഞ്ഞ പോലെ ടാക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. അതൊക്കെ ഇളവ് ചെയ്ത് ഉള്ള ഒരു സംഭവമാണ് ഈ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ ലോകം മുഴുവൻ ഒറ്റ കടക്കീഴില് ഇന്ത്യ ആയാലും ഇന്ത്യയുടെ സാധനങ്ങൾ നമുക്ക്, നമ്മുടെ സാധനങ്ങളൊക്കെ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ആഗോളവൽക്കരണം കാരണം. ഇനി ആഗോളവൽക്കരണത്തിന്റെ കാരണങ്ങളാണ് പറയണത്. ജസ്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ആഗോളവൽക്കരണം എന്നത് ഏതെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് ഉണ്ടായതല്ല, എങ്കിലും സാങ്കേതിക വിദ്യക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, സാങ്കേതിക വിദ്യക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന്. അപ്പൊ ഈ സാങ്കേതിക വിദ്യക്ക് ആഗോളവൽക്കരണത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പങ്കുണ്ട്. ടെലഫോണിലും മൈക്രോ ചിപ്പിലും തുടങ്ങി നവസാമൂഹിക മാധ്യമങ്ങളിൽ എത്തി നിൽക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച വാർത്താവിനിമയ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം,
അല്ലെ? നമ്മളിപ്പോ ഇവിടെ ഇരിക്കണ ഒരാൾക്ക് വേറെ രാജ്യത്തുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താനും ഒക്കെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാങ്കേതിക വിദ്യയുണ്ട്. ഇനി ആശയങ്ങളുടെയും മൂലധനത്തിന്റെയും ചരക്കുകളുടെയും മനുഷ്യരുടെയും ചലനഗതിയെ ത്വരിതപ്പെടുത്തുന്ന ഒരു ചാലക ശക്തിയെ ആധുനിക സാങ്കേതിക വിദ്യയെ കാണാൻ പറ്റും. ഈ പറഞ്ഞതൊക്കെ തന്നെ നമുക്ക് പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പൊ നമുക്ക് വേറെ രാജ്യങ്ങളിൽ പോയി പണ്ടത്തേലും സുഖമായിട്ട് ജോലി ചെയ്യാനും അവിടെ നിങ്ങട് വരാനും ഇവിടെ അങ്ങോട്ട് പോകാനും ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ വേറൊരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാനും ഒക്കെ പറ്റണതാണ്. എന്നാൽ വിവര സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ നേട്ടങ്ങളാണ് ആഗോളവൽക്കരണത്തിന് കാരണമായി എന്ന് പറയാൻ കഴിയില്ല. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ആഗോളവൽക്കരണ ഫലമായി ഉണ്ടായ സംവിധാനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രധാന ഘടകം. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി ഇതൊരു വട്ടം സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ആഗോളവൽക്കരണം കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ആഗോളവൽക്കരണം കൊണ്ടുണ്ടായ ഒരു പ്രത്യാഘാതമാണ് ഇപ്പൊ കൊറോണ വന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആദ്യമായിട്ട് ഏത് രാജ്യത്ത് നിന്ന് വന്ന മലയാളിയാണെന്ന് ഞാൻ മറന്നുപോയി. ആളാണ് ഇവിടെ മുഴുവൻ കൊറോണ സ്പ്രെഡ് ചെയ്തതെന്നും പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ മറ്റേ റൂട്ട് മാപ്പ് ഒക്കെ തപ്പിപ്പോണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആളെ കുറെ പേര് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ പൊങ്കാലിട്ടിരുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്ന് കൊറോണ സമയത്ത് ആളുടെ റൂട്ട് മാപ്പ് അന്വേഷിച്ച് നടക്കലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് TV ചാനലുകാരൊക്കെ ആഘോഷമൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞു ഒരു ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് എല്ലാവിടെയും വ്യാപിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ കോവിഡ്, പക്ഷിപ്പനി, സുനാമി, ഈ പറഞ്ഞ സാധനമായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഓരോ രാജ്യക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല രീതിയിലായിട്ടെങ്കിലും കണക്റ്റഡ് ആണ്. അപ്പൊ അതിന് ഒരു പരിധി വരെ ഗുണമുണ്ട് ദോഷമുണ്ട്. ഓക്കെ, നമുക്കറിയാം കോവിഡ്, കൊറോണ എന്ന് പറഞ്ഞ സാധനം ചൈനയിൽ വന്ന ഒരു സാധനമാണ്. വുഹാൻ എന്ന് പറഞ്ഞ അവിടെ ചൈനയിൽ വന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കൊറോണ നമ്മുടെ കേരളത്തിൽ വരെ എത്തി. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതന്നെ പറയണുള്ളൂ. ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി പുറം പണിക്കരാർ, ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ സാധനം എന്താന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ IT ജോലിക്കാരെന്നൊക്കെ ആലോചിച്ചാൽ മതി. IT-ക്കാര് മെയിൻ ആയിട്ട് ഒരു അമേരിക്കയിലുള്ള വേറെ രാജ്യത്തെ കമ്പനി MNCക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അത് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോഴത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ട് സാലറി കിട്ടും. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടത്തെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്ത്യൻസിന്റെ ലേബർ കോസ്റ്റ് കുറവാണ്. ഒന്നാമത്തെ കാര്യം അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തത് എന്താ പറയാ, ചീപ്പ് ലേബർ കോസ്റ്റ് വർക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ടെക്കികൾ കുറെ ഉണ്ട് ഇന്ത്യക്കാര്. അപ്പൊ അവരെ കൊണ്ട് മാക്സിമം പണി എടുപ്പിക്കാൻ നമ്മുടെ തല യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലും പറ്റും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് IT-ക്കാര്. ഒരു കമ്പനി അതിന്റെ ചില ജോലികൾ ചെയ്യുന്നതിന് പുറമേ നിന്ന് സഹായം സ്വീകരിക്കുന്നതിന് അറിയപ്പെടുന്നതാണ് ഔട്ട്സോഴ്സ് ചെയ്യാന്ന്. നിങ്ങൾ ഇപ്പൊ ഈ കാറ്ററിംഗ് ഇവന്റ്സ് നടത്തുന്നവരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അവര് ഒരു കാറ്ററിംഗുകാർ ചിലപ്പോ ഒരു ജ്യൂസിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാത്തൊരു സാധനം വേറൊരു ആളെ ജ്യൂസ് കൗണ്ടർ അടിക്കാൻ ഔട്ട്സോഴ്സ് ചെയ്തു വേറൊരാൾക്ക് കൊടുത്തു. അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് ജോലികൾ പുറത്തേക്ക് ഏൽപ്പിക്കാണ്. ഇനി ഈ പറഞ്ഞ വികസിത രാജ്യത്തെ കമ്പനികൾ ജോലി ചെയ്യുന്നതിനായി വികസ്വര രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് വിവര സാങ്കേതിക മേഖലയിലുള്ള തൊഴിലാളികൾക്ക് പുറം കരാർ നൽകുന്ന പ്രവണത സർവ്വസാധാരണ. ഇപ്പൊ ഞാൻ പറഞ്ഞ IT മേഖലയിൽ ഇത് തന്നെയാണ് ഉണ്ടാവുന്നത്. അവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള പോലത്തെ ആൾക്കാര് വില്ലിങ് ആണ്. നമ്മളിവിടെ അമേരിക്കൻ ടൈമിൽ വർക്ക് ചെയ്യണു, അല്ലെങ്കിൽ വേറെ ജപ്പാൻ ടൈമിലൊക്കെ വർക്ക് ചെയ്യണു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും IT-യിലുള്ളവര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുന്നു. ഓക്കെ, അവരുടെ കുറച്ച് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണതാണ്. താരതമ്യേന കുറഞ്ഞ ചെലവില് തൊഴിൽ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യ, ചൈന, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരം ജോലികൾ ഏർപ്പെടുന്നു. അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് ചോദിക്കും. ഒരു കമ്പനി അതിന്റെ ചില ജോലികൾ പുറമേ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാ. അതിന് എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവുള്ളൂ, പിന്നെ തൊഴിൽ വിദഗ്ധരുടെ സേവനങ്ങള് കാര്യമായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പുറം പണി കരാറിനെ അവരെ യൂട്ടിലൈസ് ചെയ്യണത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ?
നോക്കട്ടെ ട്ടോ, 2 ക്വസ്റ്റ്യൻ പറഞ്ഞുതരാൻ ഉണ്ടാവും. എടുത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇത് നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിലൊരു കാരണമാണ്. അതിൽ വേറെ കാര്യങ്ങളൊക്കെ വരും. സുസ്ഥിരമായ നടപടികൾ സുസ്ഥിരമാക്കലും അതേപോലെ തന്നെ ഘടനാപരമായതൊക്കെ വരും. അത് നമ്മൾ ഇതില് ആഗോളവൽക്കരണം മാത്രമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പുറം വാങ്ങൽ ഔട്ട്സോഴ്സിംഗ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ആഗോളവൽക്കരണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ നവസാമ്പത്തിക പരിഷ്കാരങ്ങളിലെ 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, അതേപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയണത്. അതായത് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പൊതുമേഖലയിൽ ഇപ്പൊ പൊതുമേഖലയിലുള്ള ഏതെങ്കിലും സ്ഥാപനം അവരുടെ ഓഹരി എന്താ പറയാ ഭാഗികമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണതിനെയാണ് നമ്മൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്നാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ മീനിങ് കേട്ടോ. അപ്പൊ പുറം വാങ്ങൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആഗോളവൽക്കരണം. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ആൻസർ പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കണേ. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന. ഓപ്ഷൻ എ ലോക വ്യാപാര സംഘടന, ഓപ്ഷൻ ബി ആസിയാൻ, ഓപ്ഷൻ സി G20, ഓപ്ഷൻ ഡി സാർക്ക്. കിട്ടോ? ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ആൻസർ ഞാൻ പറഞ്ഞുതരാം. ലോക വ്യാപാര സംഘടനയാണ് കേട്ടോ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇത് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അപ്പൊ ഒന്നുകൂടി എടുക്കും. ഇനി ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂലധനം, അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ, അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതിനാണ് ആഗോളവൽക്കരണം എന്ന് പറയാം കേട്ടോ. മൂലധനം, അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ, ഇത് നിയന്ത്രണം ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ? ആഗോളവൽക്കരണം എന്ന് പറയാ കേട്ടോ. ക്ലിയർ അല്ലേ? ആഗോളവൽക്കരണം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ. നമുക്ക് നിർത്താം. ഓക്കെ, ഈ ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ പറഞ്ഞ പുത്തൻ സാമ്പത്തിക നയത്തിൽ വരണതാണ് ഈ പറഞ്ഞ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതില് ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ പറഞ്ഞ ഉദാരവൽക്കരണം, അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇതിന്റെ ഡെഫിനിഷൻസ് ചോദിക്കും. അപ്പോ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഡെഫിനിഷൻ എന്താന്ന് കൃത്യമായിട്ട് പഠിക്കുക. ആഗോളവൽക്കരണമാണ് ഞാനിപ്പോ പറഞ്ഞ മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾക്ക് എന്നിവയ്ക്ക് നിയന്ത്രണം ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയ. അതാണ് ഗ്ലോബലൈസേഷൻ. പിന്നെ ഞാൻ പറഞ്ഞു സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ്. അതും ഈ പറഞ്ഞ വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാനുള്ളതാണ്. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സർക്കാർ നിയന്ത്രണവും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ്. അപ്പൊ ഈ 3ന്റെ ഡെഫിനിഷൻ തെറ്റാതെ പഠിച്ചോളൂ. ഈ കഴിഞ്ഞ ഏത് പരീക്ഷയാന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ അടുത്ത 2025 നടന്ന പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാ. അപ്പൊ അതിന്റെ 3ന്റെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.